ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന്റെ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഒരു പൊതു നന്മ കണ്ട് സർക്കാർ നടത്തുന്ന ഒരു കാര്യം വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളൊക്കെ ആവശ്യമുണ്ട്. ആധുനികതയ്ക്കെതിരെ നിലപാടെടുക്കുന്നവരാണ് ഇത്തരം സംഘടനകൾ. അതിൻ്റെ ഭാഗമായി മാത്രം ഇതിനെ കണ്ടാൽ മതി. യഥാർത്ഥത്തിൽ ഇതിനു മുമ്പും ആധുനികമായ ഇത്തരം കാര്യങ്ങൾക്കെതിരെ പല ഘട്ടങ്ങളിലും ഇത്തരം സംഘടനകൾ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ എതിർപ്പുകളെയെല്ലാം ആ സമുദായത്തിനകത്തു നിന്ന് തന്നെ തിരുത്തുകയും അതിനെ അതിജീവിച്ച് തോൽപ്പിക്കുകയും ചെയ്യുന്ന കഥകളാണുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ടെലിവിഷന്, സിനിമയ്ക്ക് ഒക്കെ എതിരായിരുന്നൊരു കാലമുണ്ട് ഇത്തരം സംഘടനകൾ. കല്യാണത്തിന് ക്യാമറ ഉപയോഗിച്ചാൽ ആ ക്യാമറ ഉപയോഗിച്ചതിൻ്റെ പേരിൽ അവർക്ക് വിലക്കേർപ്പെടുത്തിയ കാലമുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം ആ സമുദായത്തിനകത്തു നിന്ന് തന്നെയാണ് അതിനെതിരെ തിരുത്തലുകളുണ്ടായത്. ഇപ്പോൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം വലിയ മാറ്റവും തിരുത്തലുമാണ് അക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇടപെടലാണ്. ഇത് ആധുനികതയ്ക്കെതിരായ ഒരു നീക്കം ഇവരുടെ ഭാഗത്ത് നിന്ന്, ഇത്തരം സംഘടനകളുടെ ഭാഗത്ത് നിന്നുണ്ടാകാറുണ്ട്. അത് ദൗർഭാഗ്യകരമാണ്. യഥാർത്ഥത്തിൽ ഇതിനെ ഇത്തരത്തിലൊരു വിവാദ വിഷയമാക്കേണ്ട യാതൊരു കാര്യവുമില്ല. സർക്കാർ സതുദ്ദേശത്തിൽ ചെയ്തതാണ്. സൂംബ എന്നത് ആഗോളതലത്തിൽ തന്നെയുള്ള സമീപകാലത്ത് ഡെവലപ്പ് ചെയ്തു വന്ന ഒരു വ്യായാമ മുറയാണ്. അത് സംഗീതവും നൃത്തവും ഒക്കെ ചേരുന്നൊരു വ്യായാമ മുറയാണ്. അതിന് പലതരം ഗുണകരമായ സാഹചര്യമുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുകയും ചെയ്യുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ലഹരിക്കെതിരായ ഒരു വലിയ ഡ്രൈവ് കേരളത്തിൽ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു പരീക്ഷണം നടത്തുകയാണ്. അപ്പോൾ അതിന് സർക്കാർ ആരെയും അടിച്ചേൽപ്പിച്ചതുമില്ല. യോജിക്കുന്നവർക്ക് യോജിക്കാം, വിട്ടുനിൽക്കുന്നവർക്ക് വിട്ടുനിൽക്കാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉപയോഗിച്ച് ഒരു സ്കൂളിലും അല്പവസ്ത്രധാരികളായി ആരെയും നൃത്തം ചെയ്യാൻ കേരള സർക്കാർ പ്രേരിപ്പിച്ചിട്ടില്ല, പറഞ്ഞിട്ടുമില്ല, എവിടെയും അങ്ങനെ സംഭവിച്ചിട്ടുമില്ല. അപ്പോൾ ജാതിമത ഭേദമന്യേ നമ്മുടെ കുട്ടികൾ ഈ നൃത്തത്തിൻ്റെ ഭാഗമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും വിട്ടു നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല, എങ്കിലത് അവരുടെ സ്വാതന്ത്ര്യം. പക്ഷേ അതിനെ ഇത്തരത്തിൽ വിവാദ വിഷയമാക്കുന്നത് ആധുനികതയോട് കടുത്ത അസഹിഷ്ണുതയുള്ളവരാണ്. അവർ ഭാവിയിൽ അവരും നൃത്തം ചെയ്തോളുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ സമുദായത്തിനകത്ത് തന്നെ സമൂഹം ഇതിനെ തിരസ്കരിക്കും, ഇത്തരം ആധുനികതയ്ക്കെതിരായ ചിന്തകളെ. അതെ, ഇല്ല, തീർച്ചയായിട്ടും അത് മോശപ്പെട്ടതാണ്. നമ്മുടെ സമൂഹത്തിന് നല്ല മെസ്സേജല്ല കൊടുക്കുന്നത്. നമ്മളെപ്പോഴും പുതിയ കാലത്തെ ചിന്തകൾ, പുതിയ കാലത്തെ ആസ്വാദനങ്ങൾ, അതിനെയെല്ലാം കണ്ടുകൊണ്ടും അതിൻ്റെ ഭാഗമായിട്ടല്ലേ ഒരു സമൂഹം മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ആ സമൂഹത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള ചില സംഘടനകൾ എടുക്കുന്ന നിലപാടുകൾ അങ്ങേയറ്റം ആധുനിക കാലത്തിന് യോജിച്ചതല്ല. അതെ, ജെൻഡർ ന്യൂട്രാലിറ്റി, ജെൻഡർ ഇഷ്യൂസ് വരുമ്പോൾ, വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കൂ, കൺതുറന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത്തരത്തിലുള്ള എല്ലാ ആധുനിക വിരുദ്ധ ചിന്താഗതികളെയും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും അതിജീവിക്കുന്നുണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും. അപ്പോൾ തീർച്ചയായിട്ടും അത് കേരളം, പുരോഗമന കേരളം ഇതിനെയും ആ നിലയിൽ തന്നെ ഒറ്റപ്പെടുത്തും, മുൻപോട്ട് പോകും. ആ സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെ ഇതിനെതിരായ ചിന്തകളും പ്രവർത്തനവും ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇതിൽ പൊളിറ്റിക്കലി പറയാനുള്ളൊരു കാര്യം, MSF എടുത്ത നിലപാടാണ്. എങ്ങനെയാണ് MSFന് ഇത്തരത്തിലൊരു നിലപാടെടുക്കാൻ കഴിയുക? അതിൻ്റെ അർത്ഥം PMA സലാം അതിനകത്ത് പിന്നീട് അഭിപ്രായം പറയാം എന്നുള്ള നിലയിലെല്ലാം തന്നെ ഒരു അഴകുടമ്പന സമീപനമെടുത്തു. പക്ഷേ MSF കുറച്ച് ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ എടുക്കുന്നത് കണ്ടു. അതിൻ്റെ അർത്ഥം MSF എല്ലാം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം എന്നാണ്. ആധുനികതയെ വെറുക്കുന്ന, അകന്നു നിൽക്കുന്ന ഇത്തരക്കാരായാണ് യഥാർത്ഥത്തിൽ UDF കൊണ്ട് നടക്കുന്നത്. ശ്രീ VD സതീശൻ ഇന്ന് പ്രതികരണം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു വരികൾക്കിടയിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. കുറേ കൂടി വ്യക്തതയോടെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കണമായിരുന്നു. മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് ഈ MSFൻ്റെ ഈ നിലപാടിനോട് എന്താണ് അഭിപ്രായമുള്ളത് എന്നതുകൂടി വിശദമാക്കണം. MSF ഉയർത്തിപ്പിടിക്കുന്ന ഇത്തരം ആധുനിക വിരുദ്ധ നിലപാടുകളെ പ്രതിപക്ഷ നേതാവ് പിന്തുണയ്ക്കുന്നുണ്ടോ? അവരുടെ പ്രധാനപ്പെട്ട UDFൻ്റെ താങ്ങായി നിൽക്കുന്ന ഒരു ഘടകകക്ഷിയുടെ വിദ്യാർത്ഥി വിഭാഗമാണല്ലോ. അപ്പോൾ ആ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ ഈ നിലപാടിനോടുള്ള ശ്രീ VD സതീശൻ്റെ, പ്രതിപക്ഷ നേതാവിൻ്റെ, കോൺഗ്രസിൻ്റെ നിലപാടെന്താണ്, അഭിപ്രായം എന്താണ്? ആ അഭിപ്രായം അദ്ദേഹം പ്രകടിപ്പിക്കട്ടെ എന്ന് കൂടി പറയുകയാണ്. അല്ല, ഞങ്ങളിതിനെ സർക്കാരിന് പിന്തുണ കൊടുക്കുകയാണ്. DYFIയുടെ കേരള സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡൻറ്റും ഇക്കാര്യത്തിൽ ഇന്ന് വളരെ വ്യക്തമായി മാധ്യമപ്രവർത്തകരോട് ഇക്കാര്യത്തിൽ ഞങ്ങൾ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുതന്നെയാണ് ഞങ്ങളുടെ നിലപാട്. സർക്കാരിന് പരിപൂർണമായും പിന്തുണ കൊടുക്കുകയാണ്. സർക്കാർ പിന്തുണയുമായി മുമ്പോട്ട് പോകട്ടെ.
കേരളത്തിലെ മതനിരപേക്ഷ എല്ലാ ആളുകളും വലിയ തോതിലാണ് പിന്തുണ വരുന്നത്. പക്ഷേ ആ പിന്തുണ വരുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള തെറ്റായ ചിന്തകളും ചർച്ചകളും പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്നു. ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംവാദം ഉണ്ടാകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ചിന്തകൾ ഇപ്പോഴും കൊണ്ടു നടക്കുന്നവർ ഏത് ലോകത്താണ്, ഏത് കാലത്താണ്? കുട്ടികളിപ്പം ഈ ഒരു നൃത്തം ചെയ്യുന്ന സമയത്ത് അവരുടെ മൈൻഡിലേക്ക് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത്തരം ചർച്ചകൾ വരുന്ന സമയത്ത്, ഇതിൽ അവർ കേൾക്കുന്ന സമയത്ത് അവരുടെ മൈൻഡിലോട്ടും കൂടി ഇത്തരത്തിലുള്ള ഒരു വിഷയം കയറി. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രതിലോമ ചിന്തകൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ദയവായി കൊടുക്കാതിരിക്കുക. കാരണം അവർ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നൊരു ലോകമെന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും മെഷീൻ ലേണിങ്ങിൻ്റെയും എല്ലാം തന്നെ വളരെ വേറൊരു ലോകമാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ലോകത്ത് നമ്മുടെ ഇമാജിനേഷനൊപ്പുറത്ത് നിൽക്കുന്ന ഒരു വലിയ ആധുനിക ലോകത്ത് കോമ്പീറ്റ് ചെയ്യാൻ പോകേണ്ട കുട്ടികൾ, അവിടെ ആ കുട്ടികളുടെ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള ആധുനിക വിരുദ്ധ ചിന്തകൾ പറഞ്ഞു കൊടുക്കുന്നത് ശരിയല്ല. അത് അവർ തന്നെ തിരുത്തുകയാണ് വേണ്ടത്. സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാണ്. സർക്കാർ ഇത് ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല. അത് ഇതല്ല ഏത് കാര്യമായാലും ഇത്തരമൊരു കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതിനോട് യോജിപ്പുള്ളവർക്ക് ആകാം, വിയോജിപ്പുള്ളവർക്ക് മാറി നിൽക്കാം. ഇതിൽ താല്പര്യമുള്ളവർക്ക് ചേരാം, താല്പര്യമില്ലാത്തവർക്ക് പോകാം. കേരളത്തിൽ സൂംബ ഡാൻസ് എത്രയോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ താല്പര്യമുള്ളവരല്ലേ പോകുന്നത്, അവരുടെ ചോയ്സാണ്. അപ്പോൾ സർക്കാർ അത്തരത്തിലൊരു ചോയ്സാണ് മുൻപോട്ട് വയ്ക്കുന്നത്. ഇനി അതിനെതിരെ ഇവർ അഭിപ്രായം പറയുന്നത് അവരുടെ ഡെമോക്രാറ്റിക് റൈറ്റായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അവരുടെ ജനാധിപത്യമായ അഭിപ്രായം പറയട്ടെ. പക്ഷേ അവർ പറയുന്ന അഭിപ്രായത്തിനോടുള്ള ഞങ്ങളുടെ വിമർശനം അത് ആധുനിക വിരുദ്ധ അഭിപ്രായങ്ങളാണ് എന്നതാണ്.